ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലെ വെയിലത്ത് വെച്ചാൽ ചാർജ് കയറും ചെയ്യും. അതുപോലെ തന്നെ രാത്രി ടൈമിൽ സ്വിച്ച് ഓൺ ചെയ്താൽ ലൈറ്റ് കത്തും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു എമർജൻസിയാണ്, സോളാർ എമർജൻസി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒന്നാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണ്ട. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പിടുത്തട്ടോ. പിന്നെ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. ഒന്നാമത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ആവശ്യമുള്ളത്. ഇങ്ങനത്തെ ഒരു വയറ്, പിന്നെ ഇങ്ങനത്തെ ഒരു സോളാറിൻ്റെ ഒരു പാനൽ. ഇത് ഓൺലൈൻ പർച്ചേസിങ് ആട്ടോ. 6 വോൾട്ട് ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു LED പാനൽ വേണം. ഇനി ഇതന്നെ കിട്ടിയില്ല എന്ന് വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് കുറച്ച് LED ബൾബ് എടുത്ത് പാരലായി കണക്ട് ചെയ്താലും മതി. ഓക്കെ, പിന്നെ ഒരു ചോപ്പ് LED എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ആയി ഉപയോഗിക്കാനുള്ളതാണ്, ചാർജ് കയറുണ്ടോയെന്ന് അറിയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സ്വിച്ച് വേണം. പിന്നെ ഇങ്ങനത്തെ 2 ക്ലിപ്പ് വേണം. ഇത് നമുക്ക് എന്തിനാന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം, അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കരുതുക. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു സാധനം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു കമ്പോണൻ്റ് ആണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. ഇതിൻ്റെ പേര് ഡയോഡ് 1N4007. ഓക്കെ, ആ എഴുത്തുള്ള ഭാഗമാണ് മൈനസ്, അല്ലാത്ത ഭാഗമാണ് പ്ലസ്. ഓക്കെ, അതായത് നെഗറ്റീവും പോസിറ്റീവ് ഉദ്ദേശിച്ച്. പിന്നെ ഇതുപോലത്തെ ഒരു പാട്ടപ്പെട്ടി അതും വേണം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു LED പാനൽ നമ്മൾ ആ ഒരു പാട്ടയുടെ മൂടിമ സെറ്റാക്കിയിട്ട് ടാപ്പൊക്കെ ഇട്ടൊട്ടിച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ബ്ലാക്ക് കളറാക്കി. പിന്നെ അതുപോലെ തന്നെ ഇതിന്മേൽ നമ്മൾ എന്താക്കി ഈ പാട്ടമ്മേൽ ഈ ഒരു സോളാർ ഫിറ്റ് ചെയ്തു, ഡബിൾ ടാപ്പ് ഇട്ടൊട്ടിച്ചു. സൈഡിൽ സ്വിച്ച് വരാൻ മാത്രമുള്ള ഹോൾ ഇട്ടു, പെയിൻ്റൊക്കെ കൊടുത്ത് കുട്ടമ്പനാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് വരിക പറഞ്ഞാൽ ഈ ഒരു രൂപത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ വയറൊക്കെ ഉള്ളിലോട്ടാക്കി ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ എന്തിനായി ആ ക്ലിപ്പ് എന്തിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തിനാണ്. ബാറ്ററിക്കുള്ളതാണ്. ഓക്കെ, ആ ക്ലിപ്പ് ഇപ്പോൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അതിന് ഊരിയിട്ടുണ്ട്. അതുപോലെ ഈ ബ്ലാക്ക് നമ്മൾ അതേമാതിരി ഊരി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളവിടെ സോൾഡർ ചെയ്തിട്ട് വയർ പിടിപ്പിക്കണ്ടേ. ഓക്കെ, ഇപ്പം നമ്മൾ 2 വയർ എടുത്തിട്ടുണ്ട്. ഒരു റെഡ് വയറും യെല്ലോ വയറും എടുത്ത് ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഓക്കെ, എന്തായാലും യെല്ലോ വയർ ആയിരിക്കും നെഗറ്റീവ്, റെഡ് വയർ ആയിരിക്കും പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ അങ്ങനെ സെറ്റാക്കി വെക്കുകയാണ്. മറ്റേതും അതുപോലെ തന്നെ റെഡ് വയർ വെച്ച് പിടിപ്പിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മൊബൈലിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കളികളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ മൊബൈൽ എൻ്റെ വീട്ടിൽ വെറുതെ എടുക്കുന്നതാണ്, ഫുള്ള് പൊട്ടി നശിക്കുന്നത് എന്തായാലും. അപ്പോൾ ഇടയ്ക്ക് ഉപയോഗിക്കില്ല. ആ ഒരു നിലയുള്ള ഒരു മൊബൈലാണ്. അപ്പോൾ നമ്മളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് ആദ്യം ഊരി കിട്ടിയിട്ട് അവസ്ഥ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഊരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ ബാറ്ററി എടുക്കണം. അപ്പോൾ ഈ ബാറ്ററി എടുത്ത് നമ്മൾ സോൾഡറൊക്കെ ചെയ്ത് പിടിപ്പിച്ച് മൊത്തത്തിൽ കൊളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മൊബൈലിൻ്റെ ആവശ്യം വന്നാൽ കിട്ടാൽ പണിയാവില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലിപ്പ് മേടിച്ചത്. അപ്പോൾ ഈ ക്ലിപ്പ് വെച്ചിട്ട് ഈ കാലം കണ്ടോ, ആ രൂപത്തിൽ നമുക്കങ്ങനെ ഇത് രണ്ടും വെച്ച് പിടിപ്പിക്കാനുള്ള നേരത്തിന് വേണ്ടിയിട്ടാണ് ക്ലിപ്പ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ബാറ്ററി ഉണ്ടോ, അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലിപ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാറ്ററിയുടെ റെഡ് വയറും യെല്ലോ വയറാട്ടോ, മറ്റേ ബ്ലാക്ക് വയർ ഇല്ലാത്തതുകൊണ്ടാണ് യെല്ലോ വയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ചുമ്മ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ബാറ്ററീൻ്റെ നെഗറ്റീവ് വയർ നമ്മൾ സ്വിച്ചുമ്മ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി സ്വിച്ചുമെന്ന് വരുന്ന തന്നെയാണല്ലോ ഈ ബാറ്ററിൻ്റെ വയറും. അപ്പോൾ എന്താ ഈ സ്വിച്ചിൻ്റെ വയർ നേരെ എന്താക്കി നമ്മളെ LED പാനലിൻ്റെ ബ്ലാക്ക് വയർ ഉദ്ദേശിച്ച നെഗറ്റീവ് ആ ഒരു യെല്ലോ വയർ അത് നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ എന്താക്കി. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ എന്താക്കണമെന്ന് അറിയോ, ഈ റെഡ് വയറും ഇല്ലേ, അതും നമ്മൾ എന്താക്കണം, ഈ ഒരു LED പാനലിൻ്റെ റെഡ് വയറും തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ യെല്ലോ വയർ ഒക്കെ കണക്ട് ചെയ്തു. പിന്നെ അതുപോലത്തെ അപ്പോൾ അതായത് നെഗറ്റീവിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ LED പാനലിൻ്റെ റെഡ് വയറാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാറ്ററിയും സ്വിച്ചൊക്കെ റെഡിയായി വന്നു. ഇനി നമുക്കിത് വർക്കിംഗ് ആണോ അല്ല എന്നൊക്കെ നോക്കണമല്ലോ. LED ബൾബ് വർക്ക് ചെയ്തില്ല പണിയാവും. ഓക്കെ, ഓക്കെ, അപ്പോൾ അത് വർക്കിംഗ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം ഇങ്ങനെ ചെക്ക് ചെയ്തതെന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പണിയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇനി ചെയ്യാൻ പോണത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചോപ്പ് LED ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, പൈമലൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ആ LEDക്ക് മറ്റേ സാധനം കൊടുക്കണം കേട്ടോ. റെസിസ്റ്റർ ഇല്ലെങ്കിൽ പണിയാവും. ചിലപ്പോൾ കറണ്ടൊക്കെ ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ പച്ച കളർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഒരു തുളട്ടിട്ട് എന്താക്കി അതിനുള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റി വെച്ച് ഇപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി ഈ ഒരു പാട്ടൻ്റെ ബാക്കിലുള്ള ഈ ഒരു സോളാറിൻ്റെ വയറും. ഓക്കെ, അപ്പോൾ പച്ച വയറാട്ടോ നമ്മളെ നെഗറ്റീവ്, ബ്ലാക്ക് വയർ എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ, ഇനി എന്താക്കുക നമ്മളെ ഈ ഒരു LED ഇല്ല, നമ്മളെ ഇൻഡിക്കേറ്ററാക്കി ഉപയോഗിച്ച ആ ഒരു LED
അതിൻ്റെ റെഡ് വയറും അതുപോലെ തന്നെ നമ്മളെ സോളാറിൻ്റെ പോസിറ്റീവ് റെഡ് വയറും തമ്മിൽ കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ പിരിച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മളത് കണക്ട് ചെയ്തു. ഇനി അതിൻ്റെ അതായത് LED ഇൻഡിക്കേറ്റർ ബൾബിൻ്റെ ആ ഒരു മഞ്ഞ വയർ നെഗറ്റീവ് വയർ, നേരത്തെ പോസിറ്റീവ് ആട്ടോ നമ്മൾ പിരിച്ച് വെച്ച്, ഇപ്പോൾ നെഗറ്റീവ് വയർ എടുത്തു. അതുപോലെ തന്നെ സോളാറിൻ്റെ ഗ്രീൻ വയർ നെഗറ്റീവ് വയർ നമ്മളെന്താക്കി രണ്ടും കൂടി കൂട്ടി പിരിച്ച് കൊടുക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സോളാർ വർക്ക് ചെയ്യണമെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോളാറിൽ നിന്ന് ചാർജ് വരുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് LED ഇൻഡിക്കേറ്റർ നമ്മൾ നോക്കുക. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിലത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടോ, അപ്പോൾ ആ ഒരു LED ബൾബ് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ റെഡ് LED ബൾബ് ഇപ്പോൾ കത്തി. ഇപ്പോൾ കൈ വെച്ചപ്പോൾ അത് ഓഫായിട്ടുണ്ട്, ഓണായി. കണ്ടോ, എടുത്തപ്പോൾ ഓണായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് ചാർജ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചോപ്പ് ലൈറ്റ് വെച്ചത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് നേരത്തെ കൂട്ടി പിരിച്ച് വെച്ച ആ ഒരു LED ബൾബ് ഇൻഡിക്കേറ്ററിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറും ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്വിച്ചിൽ നിന്ന് വരുന്ന സ്വിച്ചൊക്കെ കൊടുത്ത ആ ഒരു പോർഷനില്ലേ, ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറും അതുപോലെ തന്നെ നമ്മളെ LEDയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറും ഒക്കെ പാടെ എന്തായിട്ടാണ് കൂട്ടിയാണ് പിരിച്ചത്. ആ മറ്റേ ഇൻഡിക്കേറ്ററിൽ നിന്ന് വരുന്ന LED ഇൻഡിക്കേറ്ററിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറും സോളാറിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറും തമ്മിലെല്ലാം കൂടി കൂട്ടി പിരിച്ചു. അപ്പോൾ ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡയോഡില്ലേ അതിൻ്റെ പോസിറ്റീവ് ഭാഗം നമ്മൾ LED ഇൻഡിക്കേറ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവും അതേപോലെ തന്നെ സോളാറിൻ്റെ പോസിറ്റീവും തമ്മിൽ സോൾഡർ ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ മൈനസ് ഭാഗം നമ്മളെ ബാറ്ററിയിലേക്ക് പോകണ ആ ഒരു ഭാഗമല്ലേ, കണ്ടോ, ആ ഒരു പ്ലസ് പോസിറ്റീവ് ഭാഗം അവിടേക്ക് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് ഭാഗം കൊണ്ടേ സോൾഡർ ചെയ്യാണ്. ഇപ്പോൾ പോസിറ്റീവും മൊത്തമായിട്ടായി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നെഗറ്റീവ് മൊത്തമായിട്ട് കൂട്ടിപ്പിരിച്ചു. ഇത്ര ഉള്ളതിൻ്റെ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പണി ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടോ. നിങ്ങൾ നോക്കൂ, ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് നോക്കണം, ഇത്രയും കണക്ഷൻ ചെയ്തിട്ട് ഫാൾട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഇതില്ലേ LED അതായത് സോളാറിൽ നിന്ന് ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നുണ്ടോയെന്ന് ആദ്യം നോക്കട്ടെ, എന്നിട്ട് ബാക്കി. ഓക്കെ, അപ്പോൾ കയറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം, റെഡ് ലൈറ്റ് കത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ അവിടെ സോളാറിന്മേൽ കൈ വെച്ച് നോക്കട്ടെ. ഓക്കെ, കൈ വെച്ചപ്പോൾ ആ റെഡ് ലൈറ്റ് ഓഫായി. അപ്പോൾ കണക്ഷൻസൊക്കെ ഫുള്ള് റെഡിയാണ്. ഓക്കെ, കണ്ടോ, ഫുള്ള് സെറ്റാട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളതൊക്കെ ഒതുക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ചാർജ് കയറുന്നുണ്ട്. ഇനി നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് കത്തിച്ച് നോക്കണം. ഓക്കെ, അതിന് മുമ്പ് ഒരു ചെറിയൊരു പണിയുണ്ട്. നമ്മൾ ഈ ഒരു കമ്പി അതിലോട്ട് ഫിറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ 2 തുള ഇട്ടതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പിടുത്തം ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചത് ഈ ഒരു കമ്പി. അപ്പോൾ അത് ബെൻഡാക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കിയെന്നുള്ളൂ, പഴയ എമർജൻസിനാണ് എടുത്തിട്ടെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് ഫുൾ സെറ്റാക്കി. അതാണ് ലോക്ക് കിട്ടോ, അങ്ങനെ ആക്കിയിട്ട് ലോക്കാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചാർജ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ലൈറ്റ് കത്തിച്ചപ്പോൾ ലൈറ്റും കത്തുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ പണികളൊക്കെ. ഇരുട്ടത്തൊന്ന് കത്തിച്ച് നോക്കാം, അപ്പോൾ എന്താ അതിൻ്റെ പവർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളത് ഇരുട്ടത്ത് കത്തിക്കാൻ പോവാം കേട്ടോ. ജസ്റ്റ് സ്വിച്ച് ഒന്നിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഓക്കെ, ഏകദേശം ഉള്ള ഇരുട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ ഉള്ളത്, കുറച്ചൊക്കെ വെളിച്ചുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഉള്ളത്. അപ്പോൾ രാത്രി എങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ കിടുക്കാച്ച് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.